ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫിംഗർ പ്രിന്റ് സെർച്ചർ നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അല്ലേ? അപ്പം അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം 4/9/2024 ഇതിൻ്റെ അവസാന ഡേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ട സമയമാണ്. ഇനി ഇത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങേണ്ട സമയമാണ്. അപ്പം കൃത്യമായി എല്ലാവരും പ്രിപ്പയർ ചെയ്ത് തുടങ്ങി കാണുമെന്ന് വിശ്വസിക്കുന്നു. ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്നുള്ളത്. അപ്പം എല്ലാവരും കൃത്യമായി പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം നമുക്ക് വീഡിയോയിലേക്ക്. ഇതിൻ്റെ കാറ്റഗറി നമ്പർ ഒന്നുകൂടി പറയുകയാണ്, ഒന്ന് ഓർക്കാൻ വേണ്ടി പറയുകയാണ്. 233/2024 എന്ന കാറ്റഗറി നമ്പറിൽ പബ്ലിഷ് ചെയ്ത ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞ് 43,400 മുതൽ 91,200 വരെയാണ്. ജോലി ലഭിക്കുന്ന കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതിൻ്റെ തന്നെ ഫിംഗർ പ്രിന്റ് സെർച്ചർ ആ ഒരു സ്ട്രീമിലാണ് നിങ്ങൾ ജോലി ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഫിസിക്കൽ ഒന്നുമില്ലാത്തൊരു തസ്തികയാണെന്ന് ഒന്നുകൂടി പറയുകയാണ്. ആകെ ഇതിനകത്തുള്ള മെഡിക്കൽ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാഴ്ചശക്തിയാണ്. 6/6 എന്ന് പറയുന്ന ഒരു വ്യൂ കൃത്യമായിട്ട് 2 കണ്ണിനും ഉണ്ടാകണമെന്ന് ഒഴിച്ചാൽ മറ്റൊരു യാതൊരുവിധ ക്രൈറ്റീരിയയില്ല. വളരെ സിവിലിയൻ പോസ്റ്റ് പോലെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റുന്ന ഫിസിക്സ് കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കുള്ള ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ടുള്ള ഒരു തസ്തികയാണ് ഈ പറയുന്നത്. ഇനി എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി ഒരു ഫ്രീ PYQ ഡിസ്കഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തുന്നു. അതായത് ഇതുവരെ നടന്നിരുന്ന PSC നടത്തിയിട്ടുള്ള ഈ എക്സാമിൻ്റെ, അതായത് ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്ന് പറയുന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, പൂർണ്ണമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായും സൗജന്യമായിട്ട് ഏതൊരാൾക്കും വളരെ നിസ്സാരമായിട്ട് തന്നെ പഠിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു കീ ആയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു പേപ്പർ കണ്ടക്ട് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഏതൊരു എക്സാമും ക്രാക്ക് ചെയ്യണമെങ്കിൽ അതിന് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന കീ നമ്മൾ ക്രാക്ക് ചെയ്തിരുന്നേ പറ്റൂ. ഇപ്പം ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ സെപ്റ്റംബർ 9-ാം തീയതിയാണ്. സെപ്റ്റംബർ 9-ാം തീയതി മൺഡേ 8 PM ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2020 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് കാറ്റഗറി നമ്പർ 139/2020 എന്ന കാറ്റഗറി നമ്പറിൽ അന്ന് നടത്തിയ ഏറ്റവും അവസാനം ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്യാമ മിസ്സാണ് ആ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന ശ്യാമ മിസ്സാണ് അത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം മിസ്സിന് ഈ ഒരു മേഖലയിൽ വളരെ വലിയ അനുഭവ സമ്പത്തുണ്ട്. അതുകൊണ്ട് തന്നെ മിസ്സിന് കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. അപ്പം ആ ഒരു ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. അപ്പം വളരെ കൃത്യതയോടുകൂടി നമ്മൾ പഠിച്ചു തുടങ്ങണമെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യനുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ വർഷം വരെയുള്ള പാറ്റേണിൽ നിന്ന് ചെറിയ മാറ്റങ്ങൾ ഈ വർഷം വന്നിട്ടുണ്ട് സിലബസിൽ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നതിനും ഏത് രീതിയിൽ പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ കിട്ടാൻ ഇത് സഹായിക്കും. അപ്പോൾ മറക്കണ്ട, നമുക്ക് 9-ാം തീയതിയാണ്, സെപ്റ്റംബർ 9-ാം തീയതി മൺഡേ 8 PM തികച്ചും സൗജന്യമാണ് ഈ ഒരു PYQ ഡിസ്കഷൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എന്ന് ഓർത്തിരിക്കണം. അതായത് PYQ അല്ല, കേവലം PYQ ഒതുങ്ങുന്നതല്ല, എൻറ്റയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്ന ഒരു ഇവൻ്റാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അതായത് അടുത്ത PYQ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വരുന്നത് സെപ്റ്റംബർ 11-നാണ്. സെപ്റ്റംബർ 11-ന് നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ, അതായത് അതിന് മുമ്പ് നടന്ന, അതായത് 2012 കാറ്റഗറി നമ്പർ 501/2012 എന്ന നമ്പറിൽ നടത്തിയിരിക്കുന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പർ, PSCയുടെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറുമാണ് അന്നത്തെ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇർഫാന മിസ്സാണ് അത് കണ്ടക്ട് ചെയ്തത്. ഇർഫാന മിസ്സും ഈ ഒരു മേഖലയിൽ പ്രഗത്ഭയായ ഒരു അധ്യാപികയാണ്. പ്രത്യേകിച്ചും മേഡത്തിന്റെ വിഷയത്തിൽ നല്ല ആഴത്തിലുള്ള അവബോധമുണ്ട്. മാത്രമല്ല എങ്ങനെ പരീക്ഷയ്ക്ക് ഏതൊക്കെ വിഷയങ്ങൾ എങ്ങനെ എലിമിനേറ്റ് ചെയ്തെങ്കിൽ ആൻസർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞതിനുള്ള കൃത്യമായ ഡെപ്ത് നോളജ് ഉള്ളൊരു മിസ്സാണ്. അപ്പം ഈ ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. കാരണം ഇരു ക്ലാസ്സുകൾക്കും വളരെ വലിയ ഇമ്പോർട്ടൻസ് ആണുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ വീഡിയോ കാണണമെന്നോ അതിലൂടെ നിങ്ങളുടെ പഠനം പ്രോപ്പർ ചാനലിലേക്ക് എത്തിക്കണമെന്നുമാണ് പറയാറുള്ളത്. ഇനി ഈ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കുന്നതിന്, ഈ ഒരു ഫ്രീ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ പങ്കെടുക്കുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കേവലം താഴെയുള്ള ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നിങ്ങളുടെ മുമ്പുള്ള ഏക റെസ്പോൺസിബിലിറ്റി. അതൊന്ന് ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് അതാത് ദിവസങ്ങളിൽ ഇതിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിയുന്നതാണ്. ഇനി ഫിംഗർ പ്രിന്റ് സെർച്ചറുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സിൻ്റെ കാര്യമാണ്. നമ്മുടെ പ്രീമിയം ബാച്ച് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായിട്ട് തന്നെ ക്ലാസ്സുകൾ തുടങ്ങിയിരിക്കുന്നു. കുട്ടികളൊക്കെ ധാരാളം അഡ്മിഷൻ ആയിട്ടുണ്ട്. അപ്പോൾ സമയം കളയാതെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി പറയുകയാണ്, നല്ല പേ സ്കെയിലുള്ള സോഷ്യലി സ്റ്റാറ്റസ് ഉള്ള ഒരു തസ്തികയാണ്. നിലവിൽ കയറിയിട്ടുള്ളവർക്കൊക്കെ നല്ല നിയമനങ്ങളാണ്, നല്ല സ്റ്റാറ്റസിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റി, അതായത് ഇനി ഈ ഓപ്പർച്യൂണിറ്റി വരണമെങ്കിൽ വർഷങ്ങൾ കഴിയും ഈ ഒരു നോട്ടിഫിക്കേഷൻ PSC ഇടണമെങ്കിൽ എന്നുള്ളത് ഓർത്ത് വെച്ചുകൊള്ളുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം ഒട്ടും തന്നെ കളയാതെ നിങ്ങൾ എത്രയും പെട്ടെന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ചേർന്ന് പ്രീമിയം കോഴ്സിലൂടെ നിങ്ങൾ ഈ കോഴ്സ് സ്വന്തമാക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.
നമ്മുടെ കോഴ്സ് ഒന്നുകൂടി പറയാം. കോഴ്സിന്റെ രീതി ലൈവ് പ്ലസ് റെക്കോർഡഡ് ആണ്. ഇന്ത്യയിൽ എവിടെ ഇരുന്നും അല്ലെങ്കിൽ ലോകത്ത് എവിടെ ഇരുന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സ് പഠിക്കാൻ പറ്റും എന്നുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ്. അതിനൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിന്റെ ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോം കമ്മ്യൂണിറ്റി ഉണ്ട്. അതുവഴി നിങ്ങളുടെ സംശയങ്ങൾ ഏത് സമയം 24 മണിക്കൂർ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി ലൈവായിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഡൗട്ട് ക്ലിയറൻസ് സെഷൻസും ഉണ്ട്. ഇങ്ങനെ നിരവധി ഫീച്ചേഴ്സ് ആണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് സീരീസുകളാണ്. ധാരാളം PYQന്റെ ഒരു ഓർഡേഴ്സ് തന്നെ നമ്മൾ വീക്ക്ലി, മന്ത്ലി, എക്സാം പാറ്റേൺ, ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് PYQ ക്വസ്റ്റ്യനുകൾ നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഒരു പഠനത്തെ കൃത്യമായ ദിശയിലേക്ക് എത്തിക്കാൻ നിങ്ങളെ സഹായിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അപ്പം എല്ലാവരും കോഴ്സിന് ചേരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.